ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിത്യ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് നിത്യ, 25 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അമ്മയും ഞാനും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ 3-ാമത്തെ വയസ്സിലാണ് അച്ഛൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട ഓർമ്മ എനിക്കില്ല. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലിയാണ് അമ്മയ്ക്ക് കിട്ടിയത്. 5 വർഷം അമ്മ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നു. പക്ഷേ അവിടെ പ്രശ്നങ്ങളായിരുന്നു. അതോടുകൂടി അമ്മ അവിടെ നിന്നിറങ്ങി. പിന്നെ കുറേ നാൾ വന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ താമസിച്ചു. പിന്നീട് കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കുകയായിരുന്നു. 2ാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നിർബന്ധിച്ചു. അച്ഛൻ ആക്സിഡൻ്റാണ് മരിച്ചു പോയത്, അപ്രതീക്ഷിതമായി. അതുകൊണ്ട് അമ്മയ്ക്ക് മറ്റാരെയും വേണ്ട, ഞങ്ങൾ തനിയെ താമസിച്ചോളാം എന്ന് പറഞ്ഞു. കുറച്ചു കാലത്തേക്കൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അമ്മമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. പിന്നെ അമ്മയും ഞാനും മാത്രമായിരുന്നല്ലോ. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിക്കും. ആണുങ്ങളെ കാണുമ്പോൾ ചില പ്രായത്തിൽ നമുക്കിഷ്ടം തോന്നുമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ തോന്നുമെന്നും തൊട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് നടന്നു കഴിഞ്ഞാൽ രസം തോന്നുമെങ്കിലും അവസാനം നമ്മൾ ആശുപത്രിയിൽ പോവുകയും നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്ന സംഗതികളൊന്നും ഉണ്ടാകരുതെന്ന് അമ്മ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കയറിയപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, എടി, നിൻ്റെ കല്യാണം ഞാൻ പെട്ടെന്ന് നടത്തും. നിൻ്റെ PG അവസാനമാകുമ്പോൾ തന്നെ ഞാൻ നടത്തും. അതെന്താ ധൃതി? അങ്ങനെയാണ്. നീ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു, അതായിരിക്കും നല്ലത്. ജോലിയൊന്നും കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, കല്യാണം കഴിക്കാൻ 23 വയസ്സൊക്കെ ധാരാളം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ PGക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ആലോചനകൾ കൊണ്ടുവരാൻ തുടങ്ങി. എൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയാണ്. അങ്ങനെയാണ് മാഡം അവസാനം ഒരാലോചന വന്നത്. പുള്ളി സർക്കാർ സർവീസിൽ കയറിയിട്ടേ ഉള്ളൂ. 27 വയസ്സ് കഴിഞ്ഞു. അവർക്ക് യാതൊരു ഡിമാൻഡുമില്ലായിരുന്നു. അമ്മ സർക്കാർ ജോലിക്കാരിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ട്. പിന്നെ പഠിച്ചുകൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ജോലിയോ മറ്റോ ചെയ്യൂ, കല്യാണം കഴിഞ്ഞെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പൊരുത്തമായിരുന്നു. വിവാഹത്തിന് മുമ്പേ സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഗ്യാപ്പ് കിട്ടി. കാര്യം ഇത്തിരി കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ ഒരു പ്രേമ മൂഡിൽ ഞങ്ങൾ കറങ്ങി നടന്നു. എൻ്റെ അമ്മയുടെ പെർമിഷനോടുകൂടിയാണ്. അമ്മയോട് പറയാതെ എങ്ങും പോകാൻ പറ്റില്ല. എന്താണെങ്കിലും അമ്മയോട് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ അമ്മ കിടന്ന് തുള്ളും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഭർത്താവിൻ്റെ ഇഷ്ടം കണ്ടും നോക്കിയൊക്കെ നിന്നോണം. പിന്നെ ഒത്തിരി അടിമയായി നിൽക്കണമെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ചുമ്മാതാണ്. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺട്രോള്, ഭർത്താവിൻ്റെ കൺട്രോള് ഭാര്യയ്ക്കായിരിക്കണം. ഭാര്യ ഉയർന്നതിന് നിന്നെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. നിൻ്റെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പല പെണ്ണുങ്ങളെയും പലയിടത്ത് വെച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വഴുതി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ച് വലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും ഇനി ജോലിക്കോ പഠിത്തത്തിനൊക്കെ ഇറങ്ങി പോകുമ്പോഴേക്കും നല്ല സുന്ദരന്മാരെ കാണുമ്പോൾ ഞാനങ്ങ് വഴുതി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അത് അവനും എടുക്കുണ്ടെങ്കിൽ അവൻ നിലനിർത്തും, ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞങ്ങ് വിടും. നീ എവിടെയെങ്കിലും പോകും. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് നീ വിചാരിക്കേണ്ട. നീ നല്ല ശീലാവതിയായി ജീവിക്കുന്നതാ എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അല്ലെങ്കിലും പണ്ടേ ശീലാവതിയല്ലേ. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആരെയും സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനൊരു പെണ്ണ് ലോകത്തിലില്ലെന്നാണ് ബന്ധുക്കളൊക്കെ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഞാൻ ശീലാവതിയൊന്നുമല്ല. കൂടുതൽ നിന്നോട് വിസ്തരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭർത്താവുമായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയടി, കിടന്ന് കുട്ടികളെ എടുക്കാതെ എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വലിയ നല്ല അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാനും എൻ്റെ അമ്മയും സുഹൃത്തുക്കളെ പോലെയല്ലേ. അവിടെ അമ്മയും മകനും തമ്മിൽ അത്ര വലിയ അടുപ്പമില്ല. അമ്മയോട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെയാണ്. അമ്മയും ഞാനും ഒത്തുപോകില്ല. ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്. വഴക്കും വക്കാണോ ഒക്കെ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. അവർ വെച്ചിരിക്കുന്നത് എടുത്തു കഴിക്കുന്നുള്ളതല്ലാതെ ഞാൻ അമ്മയുമായി മറ്റ് യാതൊരു വിധത്തിലുമുള്ള സ്നേഹപ്രകടനങ്ങൾക്കും പോകാറില്ല എന്ന് പറഞ്ഞു. അമ്മായച്ചൻ അവിടെയുണ്ട്. പക്ഷേ വലിയ ഗുണമൊന്നുള്ള ഒരാളല്ല. കാര്യം സൈലൻറ്റ് ഫീച്ചറുള്ള ഒരാളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങേ റിട്ടയർ ആയതാണ്. ഒന്നിനുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വഭാവം. അമ്മായിമ്മയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ മോനോട് മാത്രം ഉടക്കാൻ ചെല്ലില്ല. അനിയനുണ്ട്. അനിയനോട് ഭയങ്കര കാര്യമാണ്. അവർ തമ്മിൽ ഞങ്ങൾ അമ്മയും മോളും പോലെയുള്ള ഒരു ബന്ധമാണ്. അനിയനാണെങ്കിൽ ചേട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ ചേട്ടന് അച്ഛനോടും അമ്മയോടും അടുപ്പമില്ല. അവനാണെങ്കിൽ 2 പേരോട് അടുപ്പമുണ്ട്. പക്ഷേ
അവൻ ഇവിടെയല്ല പഠിക്കുന്നത്, പുറത്തുനിന്ന് പഠിക്കുകയാണ്, വല്ലപ്പോഴും വരും. ആ സമയത്തൊക്കെ വീട്ടിൽ ശബ്ദമുണ്ട്, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ അട്ടഹാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടം ശബ്ദം ഇല്ലാത്തൊരു ഏരിയയാണ്. എന്നോട് അമ്മായിമ്മയ്ക്ക് വലിയ മമതയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു 3-4 മാസമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എന്താ മോളെ നിൻ്റെ ഉദ്ദേശം, നിൻ്റെ ഭർത്താവിനെയും കൊണ്ട് നിൻ്റെ വീട്ടിൽ പോകാനാണോന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മേ, ഞാൻ ഇവിടെ താമസിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലേന്ന്. അല്ല, നിൻ്റെ അമ്മ തനിയല്ലേ, അവിടെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, നിനക്ക് ഇവനെ വിളിച്ചോണ്ട് അവിടെ പോയി നിന്നുകൂടെയെന്ന്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെ പറയാൻ പറ്റുമോ? ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവസാനം ആ സ്ത്രീ പറയുകയില്ലേ എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന്. ഇതിപ്പോൾ അമ്മായിയമ്മ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. അല്ലമ്മേ, അമ്മയുടെ മോനും ഭാര്യയും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭാര്യ വീട്ടിൽ താമസിക്കുന്നതിന് അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലേന്ന്. അമ്മ പറയാം, ഓ എനിക്കെന്ത് പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. നിൻ്റെ അമ്മ എന്നെ ഒന്ന് ഇടയ്ക്ക് വിളിച്ചായിരുന്നു, ആ സമയത്ത് സംസാരിച്ചു. അവരാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങൾ വല്ലപ്പോഴും പോയി കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഇവരെന്തെങ്ങനെ പറഞ്ഞത്, ഇനി മൂത്ത മോനെ ഒഴിപ്പിച്ചു വിട്ടിട്ട് ഇളയ മകന് സ്വത്തൊക്കെ കൊടുക്കാനാണോ? ഞാൻ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് രാത്രി സംസാരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, എടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷെ ഞാനായിട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ സമ്മതിക്കില്ല, വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പം അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടും എല്ലാം എടുത്തുകൊണ്ട് നിൻ്റെ അമ്മയുടെ കൂടെ പോയി താമസിക്കാം. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു മനസ്സമാനമുണ്ട്, നിൻ്റെ അമ്മയും ഞാനും തമ്മിൽ നന്നായി യോജിച്ചു പോകും. അവരെനിക്ക് ശരിക്കും ഒരു നല്ല സ്ത്രീയായിട്ട് തോന്നുന്നുണ്ട്, എൻ്റെ അമ്മ ഒരു നല്ല സ്ത്രീയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായി പറഞ്ഞത്, പെറ്റമ്മയേക്കാൾ വലുതാണോ സ്വന്തം അമ്മായിയമ്മ? ആ അതൊക്കെ അങ്ങനെയാണ്, മനുഷ്യരുടെ സ്ഥാനമാനങ്ങൾക്കല്ലേ വില കൊടുക്കേണ്ടത്, അവരുടെ സ്വഭാവത്തിനാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളും നിങ്ങളുടെ അമ്മയും തമ്മിൽ ഇത്രയും അകൽച്ച വരാൻ എന്താ നടന്നത്, എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടിയില്ല ഭർത്താവ്. എന്തോ ഒരു മർമ്മപ്രധാനമായ രഹസ്യം അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അല്ല ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ വല്ലപ്പോഴല്ലേ വരികയുള്ളൂ, ഞാൻ തനിയെ താമസിക്കുന്നതിൽ പ്രശ്നമില്ല, എന്നാലും മോള് പോയതിൽ പിന്നെ ഒരു ഉഷാറില്ലെന്ന് ഞാൻ അവരെ വിളിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവരപ്പോൾ ഇതിന് സമ്മതിച്ചോ? ഞാൻ പറഞ്ഞ അമ്മേ, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറയുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന്. ഇവിടെ അമ്മയും മകനും തമ്മിൽ ഒരു സ്നേഹമില്ല, അമ്മ ശരിയില്ലെന്നാണ് മകൻ പറഞ്ഞത്, എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, നീ നിൻ്റെ ഭർത്താവിനോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, കിള്ളി ചോദിച്ചിട്ടും ആ രഹസ്യം പറയുന്നില്ലെന്ന്. ആ എങ്കിൽ നീ സൂക്ഷിച്ചോ, നിൻ്റെ ഭർത്താവും കുഴപ്പക്കാരനായിരിക്കും, ചിലപ്പോൾ അമ്മായിമ്മയുടെ കുഴപ്പമായിരിക്കില്ല, അവനെന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടായിരിക്കല്ലോ അമ്മയുമായിട്ട് അകന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ടെൻഷനായി. ഇനി എൻ്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചിട്ടാണോ അവർ പിണങ്ങിയത്? ഞാനൊരു ദിവസം ഭർത്താവിനോട് ഇതൊക്കെ ചോദിച്ച് നന്നായി വഴക്കിട്ടു. സത്യം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ പിണങ്ങിയത്? വഴക്ക് ഉച്ചത്തിലായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മിണ്ടാതിരിക്കെ, ഞാനത് പറയാമെന്ന്. കാര്യം എൻ്റെ അമ്മായിമ്മയ്ക്ക് അടുത്തുള്ള ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു. അയാളൊരു എക്സ് സർവീസ്മാനാണ്. അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ്. ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടിയുടെ കല്യാണം കുറേ കാലത്തിന് മുമ്പാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം അയാൾ തനിയാണ് അവിടെ ഉള്ളത്. അമ്മ അയാൾക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തോരനോ കറികളോ ഒക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രണ്ടുപേരും തമ്മിൽ പ്രണയം പോലെയായി. പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഒരു പ്രണയം വന്ന പോലെയായിരുന്നു, മട്ടുഭാവമൊക്കെ. പക്ഷേ ആരും അതറിഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴേക്കും സ്വന്തം അമ്മ ഒരു കാസറോളുമായി വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അയാൾ അതിനകത്ത് വെൽക്കം ചെയ്യാനുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ജനലിൽ കൂടി എൻ്റെ ഭർത്താവ് കണ്ടതാണ്. പോപ്പോ. അപ്പോൾ ഹസ്ബൻഡ് താഴെ ഇറങ്ങി അമ്മയെ വിളിച്ചു. അമ്മയോട് തന്നെ അവിടെ നിന്ന് ദേ ഞാൻ പൊട്ട് കൊണ്ട് കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഇങ്ങി വരികയും ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി അവിടെ നടക്കുന്നത് ശരിയായ കാര്യമില്ലെന്ന്. അച്ഛൻ അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് അമ്മ ഈ നാട്യത്തിന് പോയത്. അപ്പോൾ എന്തൊരു ധൈര്യമായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് അമ്മയെ അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസം മകൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വയലൻ്റായി. എടാ, ഞാൻ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, പ്രായമായെങ്കിലും എനിക്ക് ഇഷ്ടങ്ങളും എൻ്റേതായ ചില കാര്യങ്ങളുമുണ്ട്, അത് സാധിച്ചു തരാൻ നിൻ്റെ അച്ഛന് പറ്റുന്നില്ല. പിന്നെ നീ പ്രായമായതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കണമെന്ന് പറയരുത്. അപ്പുറത്തെ അങ്ങേർക്ക് നിൻ്റെ അച്ഛൻ്റെ അത്രയും പ്രായമുണ്ട്, അങ്ങേർക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ പോലെയാണ്. അമ്മേ
പ്ലീസ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ രണ്ട് വീട്ടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ. നിനക്കാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഭർത്താവിനോട് പ്രശ്നമില്ല, എൻ്റെ ഹസ്ബൻഡിന് ഇതറിയാം. അപ്പോൾ അതിലില്ലാത്ത പ്രശ്നം നിനക്കെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തൊക്കെയോ എൻ്റെ അമ്മയെ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ ചില ഇഷ്ടങ്ങൾ കൂടുതലാണെന്നും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടുപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞത്, നിനക്ക് അത്ര സൂക്കേടാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കാം. നിനക്കിപ്പോൾ പ്രായപൂർത്തിയായല്ലോ, നീ ഉണ്ടല്ലോ, നിനക്ക് എൻ്റെ കുഴപ്പങ്ങൾ തീർക്കാനാകുമെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അറിയാതെ അമ്മയ്ക്ക് ഒന്ന് കൊടുത്തു. അതോടുകൂടിയാണ് അമ്മയും എൻ്റെ ഹസ്ബൻഡും പിണങ്ങിയെന്നാണ് കഥ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അമ്മയും മകനും മാത്രമേ ഇതറിയുകയുള്ളൂ എന്നും ഹസ്ബൻഡ് കൂട്ടിച്ചേർത്തു. പിന്നെ അനിയനുമായിട്ട് അമ്മയ്ക്ക് എന്തോ വഴിവിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അനിയനെയും അമ്മ ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് കാണും. അതുകൊണ്ടാണ് അവർ തമ്മിൽ അത്ര അടുപ്പം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പുറത്തെ എക്സ് കാമുകനാണെങ്കിൽ ഇപ്പോൾ ഇല്ലതാനും അങ്ങേരെ മകളങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അമ്മ വിരഹിണിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇളയ മകനോടായിരിക്കും ഇപ്പോൾ ടാർജറ്റ്. അവനോട് അതിൽ വിട്ട അടുപ്പമാണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, അവർക്ക് താല്പര്യം കാണും. ഇതിപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇല്ലേ, നിങ്ങൾക്ക് എന്ത് ആക്രാന്തമാണ്, എനിക്ക് നിങ്ങളോട് എത്ര താല്പര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ജീവിച്ചു വന്നായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ഉള്ളിൽ ആ തീ അണയാതെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ അച്ഛന് തീ കെട്ടുപോവുകയും ചെയ്തു. അപ്പം അവർ അയലത്തെ വീട്ടിൽ തീ അണയ്ക്കാനോ തീ ചോദിക്കാനോ ഒന്ന് പോയി. അയാളും അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അവർക്ക് ഒരു അനുഭൂതിയും വേണമായിരുന്നു. അതിനവർ പോയി. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, നീ എൻ്റെ അമ്മ ന്യായീകരിക്കുകയാണെന്ന്. ന്യായീകരിക്കല്ല, എങ്കിലും മനുഷ്യർക്ക് ഓരോരോ മോഹങ്ങളില്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അവരന്യൊരു പുരുഷനുമായി സ്നേഹത്തിലായി. പക്ഷെ നിങ്ങൾ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കി. എന്നാൽ നയത്തിൽ ചോദിച്ച് അതിൽ നിന്ന് പിന്മാറുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ അച്ഛനും ഇതിലൊരു ഭാഗവാക്കല്ലേ. അങ്ങേർക്കും ഭാര്യ ശ്രദ്ധിക്കാമായിരുന്നില്ലേ? എന്തിനാണ് അയാൾ വയ്യ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്? പണമുണ്ടല്ലോ, വല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് നേരെയാക്കരുതോ? നിങ്ങൾ എന്തുകൊണ്ട് ആ വഴിക്ക് ഒന്നും ചിന്തിച്ചില്ല? എനിക്ക് അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുവരും, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എന്നുള്ള നേരം. ഇതൊക്കെ അഹങ്കാരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഹങ്കാരമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും അമ്മ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത് ദേഷ്യത്തിലാണ്. അങ്ങേരെ പോയെങ്കിൽ എന്താ, നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഒരിക്കലും നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊന്നും ആയിരിക്കില്ല. അത് അവരന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. ഇളയ മകനോട് അവർക്ക് ദേഷ്യമൊന്നുമില്ല, കാര്യം അവർ തമ്മിൽ പിണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് സ്നേഹം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇളയ മകനുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ പെണ്ണായി എനിക്ക് കണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും തോന്നേണ്ടതല്ലേ? ഒന്നുമില്ല, നിങ്ങളുടെ മനസ്സ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന് ഞാൻ കുറ്റം പറഞ്ഞു. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ശരി, ആയിക്കോട്ടെ, അവനുമായിട്ട് ഞാൻ യോജിച്ചു പോകുന്നില്ല. ആ കഥ കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോയി താമസിക്കാം, വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നാൽ മതി. അവർക്ക് എന്നെ കാണുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് വീട്ടിലേക്ക് വന്നത്. എൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇവിടെ വന്നതിൽ പിന്നെ ഞങ്ങൾ ആഴ്ചയിലൊരിക്കലേ അങ്ങോട്ട് പോവുകയുള്ളൂ. ബാക്കിയുള്ള സമയം വൈകിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഒരു ദിവസം അമ്മ ഈ വിഷയം എടുത്തിട്ടു, അമ്മയും മകനും തമ്മിൽ എന്താ ഇത്ര അടുപ്പക്കുറവെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പല കാര്യങ്ങളും പറഞ്ഞു. മെയിൻ കഥ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ, അമ്മേ ഇതല്ല അതിൻ്റെ യഥാർത്ഥം, പക്ഷേ ഞാൻ പറയുന്നില്ല, പുള്ളിയുടെ പ്രൈവസിയെ മാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിനി പ്രൈവസി ഒന്നുമില്ല, അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ പോലെ തന്നെ വിസ്തരിച്ച് കാര്യങ്ങൾ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെപ്പോലെ ആയിരുന്നില്ല അമ്മ. അമ്മ കുറച്ചേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് അമ്മ അങ്ങനെ പറഞ്ഞതും ശരിയായില്ല മോനെ. നീ കാണിച്ചത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മകനും കാണിക്കുന്ന പോലെയാണ് കാണിച്ചത്. പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. ഇപ്പോൾ ഞാൻ ഇവളുടെ അച്ഛനില്ലാതെ ജീവിച്ചു. പെട്ടെന്ന് എൻ്റെ മുറിയിൽ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ ഞെട്ടിപ്പോകില്ലേ? എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, അപ്പോൾ ശരിക്കും ഞാൻ കാണാതെ വല്ല പുരുഷന്മാരെ ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മ എന്നോട് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഉണ്ടായിട്ടുണ്ടെങ്കിലും നീ അത് അറിയേണ്ട കാര്യമില്ല, നീ അറിയാതെ മാനേജ് ചെയ്യുക, അതല്ലേ വേണ്ടത്. ഇവിടെയും മകൻ കണ്ടുപിടിക്കാതെ ആ സ്ത്രീ മാനേജ് ചെയ്യേണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. മക്കൾ അറിഞ്ഞാൽ അത് സഹിക്കില്ല. കാര്യം ഇതൊന്നും സഹിക്കാൻ മാത്രമുള്ള മനസ്ഥിതിയോ വിവരമോ ഒന്നും മക്കൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ മുറി വെച്ച് പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടും, പക്ഷേ ഇത്രയും വലിയ വഴക്കുണ്ടാക്കില്ലെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പോൾ ഇവളിങ്ങനെ പറയും, പക്ഷേ അമ്മയുടെ മുറി വെച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ ശക്തമായിട്ട് പ്രതികരിക്കില്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു, പ്രതികരിക്കൂടാ, അവൾ ചുമ്മാ പറയുന്നില്ലേ, അവൾ ഭയങ്കര അറിവുള്ളതായിട്ട് നടിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷൂ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അമ്മ ഇതിനെ
നിനക്ക് ന്യായീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അമ്മ ഇന്നാളി പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. അമ്മയ്ക്ക് ഏതോ ഒരു കാമകനുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഉള്ളതാണോ അമ്മേ? അമ്മയ്ക്ക് ഏതെങ്കിലും ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഇനിയിപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് നോക്കുമ്പോഴേക്കും അമ്മയുടെ മുറിയിൽ ഒരാളെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി വഴക്കുണ്ടാക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അല്ല, എൻ്റെ മുറിയിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വിവരമുള്ള നിങ്ങൾ രണ്ടുപേരും കൂടെ ഞെട്ടുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഞെട്ടും, പക്ഷേ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇവർക്ക് പ്രശ്നമില്ല, പിന്നെ എനിക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ ലഘൂകരിച്ചു. അപ്പോൾ അതിന് അവസാനം അമ്മ പറഞ്ഞു, എനിക്ക് ആരുമില്ലായിരുന്നു സത്യസന്ധമായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് മോൻ്റെ അമ്മയെ ഞാൻ ന്യായീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഇവിടെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പലരും എൻ്റെ പുറകെ വന്നു. അതിൽ വിവാഹിതനായ ഒരാളുണ്ടായിരുന്നു. അങ്ങനോട് എനിക്ക് ഒരു പ്രേമം തോന്നി. പക്ഷെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അയാളുടെ കുടുംബത്തെ ഉപേക്ഷിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ രാത്രി മാത്രം അയാൾക്ക് ഒരിടം കൊടുത്തിരുന്നു. ഇവൾ +2 പഠിക്കുന്നത് വരെ. അന്ന് വരെ അയാൾ വന്നു പോയി. പക്ഷേ ഇപ്പോൾ പുള്ളി ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്കും അങ്ങേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ ബന്ധം കുറേ വർഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ ഒന്നും കണ്ടിട്ടേ ഇല്ല. അപ്പം അമ്മ പറഞ്ഞു, അതാണ് മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാതെ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകാമല്ലോ. ആരും അറിയാതിരുന്നാൽ മതി. അറിയാതെ മനുഷ്യർ എന്തെല്ലാം രഹസ്യങ്ങളിൽ ഏർപ്പെടുന്നു. അതൊന്നും ഓർത്ത് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ക്ഷമിച്ച് കളമോനെ. ഇനി ചെല്ലുമ്പോൾ അമ്മയോട് നന്നായിട്ട് പെരുമാറുക. അമ്മയുടെ കയ്യിൽ കുറ്റങ്ങളൊന്നുമില്ല. മനുഷ്യർക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും അടക്കി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മായിമ്മേക്കാൾ വലിയ കള്ളിയാ അമ്മ. ഇത്രയും വർഷമായിട്ടും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി, നിനക്ക് ഭർത്താവുണ്ട്. നീ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അവന് നിന്നോട് സ്നേഹവുമുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭർത്താവില്ലായിരുന്നു. അതുകൊണ്ട് വേറെ പ്രണയമുണ്ടായി. മോൻ്റെ അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഭർത്താവിന് യാതൊരുവിധ പ്രാതിനിധ്യവുമില്ല. അതുകൊണ്ട് അവർക്ക് മറ്റൊരു ബന്ധത്തെ ആശ്രയിക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. എല്ലാം സെയിമാണ്. പക്ഷേ നീ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന് നീയുമുണ്ട്. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിൻ്റെ അമ്മ ചില്ലറക്കാരിയല്ല, തന്ത്രപരമായിട്ട് വാദിക്കാൻ അറിയാം. എൻ്റെ അമ്മയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ബബബ അടിക്കുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഞങ്ങൾ ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. മാഡം, ഞാനിപ്പോൾ ഗർഭിണിയാണ്. 2 മാസമായി. ഫുൾ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനെ കാണുന്നില്ല. അധിക രാത്രിയൊന്നും ആയില്ല. ഒരു 11:30 കാണും. ഞാൻ കിടന്നു കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങും. അതുകൊണ്ടായിരിക്കാം ഹസ്ബൻഡിന് ധൈര്യം വന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് ഡൗട്ട് തോന്നി. ഞങ്ങളുടെ അവിടെ പുറകുവശത്ത് ഒരു വരാന്ത പോലെയുണ്ട്. അവിടെയും കസേര ഇട്ടിട്ടുണ്ട്. അവിടെ എന്തോ ശബ്ദം കേട്ടു. ഞാൻ അങ്ങോട്ട് ചെന്നു. മാഡം, കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ മുടിയാട്ടമാടുന്നതാണ് കണ്ടത്. എൻ്റെ ഹസ്ബൻഡ് അത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ വലിയ മർദ്ദം കൊടുത്ത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി അലറി വിളിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും പെട്ടെന്നുണ്ടായ ഷോക്കല്ലാതെ പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഒത്തിരി വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറയാണ്, അടങ്ങ്, സാരമില്ല, നിനക്ക് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവല്ലേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഒരു പുരുഷനെ കണ്ടാൽ ഞെട്ടില്ലെന്ന് നീ കുറേ കാലം മുമ്പല്ലേ പറഞ്ഞത്. ഞെട്ടുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നീ ഓക്കെ ആകുമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, അവന് അത്യാവശ്യങ്ങളുണ്ട്. ഇപ്പോൾ നീ റെസ്റ്റാണല്ലോ. അത്യാവശ്യത്തിന് ഒരു കൈസഹായം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മ മറ്റു വലിയ പ്രക്രിയകളിലേക്ക് കടക്കുന്നില്ല. മോളതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അമ്മ ഈ കളക്കഥ മെനയേണ്ട. കാര്യം ഈ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ റെസ്റ്റ് ആണെങ്കിലും ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ എനിക്കാകും. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും നിങ്ങൾ തമ്മിൽ ഈ ഒരു ഗർഭകാലത്ത് ഇത് ആഘോഷമാക്കാൻ പോവുകയാണെന്നും എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ യാതൊരു കൂസലുമില്ല. അങ്ങനെയാണെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നീ പ്രസവിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് മറ്റാരെങ്കിലുമായിട്ടും താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനും ഞങ്ങൾ അനുവദിക്കാം, കൂട്ടു നിൽക്കാം. ഇനി നമ്മളിവിടെ സദാചാരമൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരായിട്ട് വേറെ ചുറ്റുപാടിൽ പോകാം. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യവും നടക്കില്ല, ഇവൻ്റെ കാര്യവും നടക്കില്ല, നിൻ്റെ കാര്യവും കറക്റ്റായിട്ട് നടക്കില്ല. നമ്മൾ എല്ലാവരും വളരെ സ്വതന്ത്രമായി ഇഷ്ടമുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ
ഭാര്യയും ഭർത്താവും അമ്മായിമ്മയൊക്കെ ആയിട്ട് ജീവിക്കുന്നവരായിട്ട് പോയാൽ മതി. ഇനി നമുക്ക് സദാചാരമൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ വലിയൊരു പ്രഭാഷണം തന്നെ എന്നെ നടത്തി. മാഡം, സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി ആലോചിക്കുകയും റിലാക്സായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോൾ നല്ല കൺഫ്യൂഷനാണ്. ഇവർ എന്നെ ഏത് നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്? ഇവർ തമ്മിലുള്ള കള്ളത്തരങ്ങളെല്ലാം ഇങ്ങനെ പ്രസംഗം പറയുന്ന പോലെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ ജീവിതം അഫക്റ്റ് ആകുമോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞാലും അവർ രണ്ടുപേരും കൗൺസിലേഴ്സിനെ പോലെ സംസാരിക്കും. ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും പിടികിട്ടുന്നില്ല. നേരത്തെ എനിക്കും ഇത്തരം സംസാര രീതി ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രീതികൾ തന്നെ എന്നെക്കൊണ്ട് കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നത് വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിദ്യാഭ്യാസവും വിവരവും പറഞ്ഞ് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കി കഴിഞ്ഞ ശേഷം ദേ കിടക്കുന്ന എല്ലാവരും കൂടെ കൂട്ടുകൂടി കുമ്മേടി. ഇത് സ്ഥിരം നടക്കാറുള്ളൊരു കാര്യമാണ്. കാര്യം ഒത്തിരി അങ്ങ് റിലാക്സായി ഒത്തിരി കാര്യങ്ങൾ അങ്ങ് തുറന്ന് പറഞ്ഞ് ഒന്നിനും യാതൊരു വിധത്തിലുമുള്ള ഒരു കൺസിഡറേഷനും ഇല്ലാതാകുമ്പോൾ പിന്നെന്താണ് അവിടെ ഫുൾ സാന്ദ്രമാണ്. ഇത്രയും നാളും പല പല കാര്യങ്ങളെ പറ്റിയിട്ടും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന അമ്മായിയമ്മയും മരുമോനും ഒക്കെ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു അമ്മയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടാലും ഞെട്ടില്ല എന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് അവർ ബന്ധമുണ്ടാക്കി കഴിഞ്ഞിട്ട് ന്യായീകരിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുകളാണ്, വിവരമുള്ള സംസാരവുമാണ്. അങ്ങനെയാക്കുമ്പോൾ എന്തും പറഞ്ഞത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അവരിപ്പോൾ പറഞ്ഞത് സദാചാരമൊന്നും വേണ്ട, എല്ലാവർക്കും എല്ലാത്തിൻ്റെയും ഇഷ്ടം പോലെ പോകാം. അമ്മയ്ക്കും ഇനി പല ആളുകളെയും കാണാം, മരുമകനും ഇനി പല ആളുകളെയും കാണാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു റിലാക്സേഷൻ രണ്ടുപേരും ഇട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം വഴി പോകാം പ്രസവം കഴിഞ്ഞ്. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരും ഭാര്യയും ഭർത്താവും അമ്മാമയൊക്കെ ആയിട്ട് മാന്യമായിട്ട് ജീവിക്കുക. ചുരുക്കം പറഞ്ഞാൽ എല്ലാം തുറന്ന് സംസാരിച്ച് അവർ രണ്ടുപേരും കൂടി നിങ്ങളെ പറ്റിച്ചു. ഈ ഒരു കാലാവസ്ഥയിൽ അവിടെ തുടരണോ വേണ്ടയോ അവരുടെ കൂട്ടത്തിൽ ചേരണോ എന്നുള്ളത് നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിശ്ചയിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ലപോലെ സംസാരിക്കാനും ചിന്തിക്കാനൊക്കെ കഴിവുള്ള ആളല്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെ പ്രവൃത്തി ഇഷ്ടമായി അവരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. അതല്ല, ഇത് ശരിയല്ല, എനിക്കിങ്ങനെ ഒരു പാർട്ണറെ വേണ്ട, അമ്മയുടെയും ചെയ്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിക്ക് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതിപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നിങ്ങളെല്ലാം വിശദമായിട്ട് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ രണ്ട് തീരുമാനങ്ങളേ ഉള്ളൂ, അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. കാര്യം ഇവരെ തിരുത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വാക്കുകളെ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് നിങ്ങളെ വേറെയും രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാനം കിട്ടും.